ആലപ്പുഴ കളക്ടറേറ്റിലെ ജാതി വിവേചനം പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് SC/ST കോൺഫെഡറേഷൻ. കേരളത്തിന് വളരെയധികം നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവമാണ് ആലപ്പുഴ കളക്ടറേറ്റ് നടന്നിട്ടുള്ളത്. ഇതൊരു ഭംഗിവാക്കല്ല. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവത്തോടുകൂടി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതി മുതൽ ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ ഒരു പുതിയ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ പത്രം തന്നെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാത്തിനും എല്ലാ പത്രത്തിൻ്റെയും കട്ടിങ് നമ്മുടെ ഉണ്ട്, തരാൻ തയ്യാറാണ്. അതിൽ അവിടുത്തെ ശിരസ്തദാൻ ഉസൂർ ശിരസ്തദാൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ ശ്രീമതി പ്രീത, അവര് എന്താണെന്നറിയില്ല, വളരെ പെട്ടെന്ന് അവർക്ക് ഒരു വിവരം തോന്നിയത്, നമുക്ക് ഒരു പ്രകോപനവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് അവരുടെ പട്ടികജാതി ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായി ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തു. സർക്കാർ ഓഫീസുകളിൽ സാധാരണ അതിന്റെ ആവശ്യം ജാതി നോക്കി രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ആദ്യമാണെന്ന് പറയാനാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിനകത്ത് ആ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുകയും ആ രജിസ്റ്ററിൽ തന്നെ വലിയ അപകടമൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടെയുള്ള പാർട്ട് ടൈം സ്വീപ്പേഴ്സിനെ ഉൾപ്പെടുത്തി. അപ്പോൾ ഈ രജിസ്റ്ററിനകത്ത് പാർട്ട് ടൈം സ്വീപ്പേഴ്സ് ഉണ്ട്, ഈ പറയപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അവിടുത്തെ ഓഫീസേഴ്സ് അവരുണ്ട്. ഇത് വളരെ ഒരു അമ്പരപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന അവിടുത്തെ കളക്ടറുടെ OA എന്ന് പറയും, OA അദ്ദേഹത്തെ ഇവർ ശരിക്കും ഹറാസ് ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ ഹറാസ് ചെയ്യുകയും ജാത്യാതിശയം നടത്തുന്നു. പൂച്ചയ്ക്കും പട്ടിക്കും ഇതൊക്കെ മതി, പൂച്ചയ്ക്കും പട്ടിക്കും ഇതൊക്കെ മതി. അട്രോസിറ്റീസ് ആക്ടിനെ കുറിച്ച് അതിന് ABCD അറിയാമായിരുന്നുവെങ്കിൽ അവർ മിണ്ടില്ലായിരുന്നു. അപ്പോ അത് തന്നെ ഒരു വലിയൊരു ജാത്യാതിശയമാണ്. ആ വിവരം സൂചിപ്പിച്ചുകൊണ്ടാണ് രഞ്ജിത്ത് കളക്ടറെയും ADM-നെയും സമീപിച്ചു, എഴുതി കൊടുത്തു. അപ്പോൾ ADM ഇടപെട്ട് പറഞ്ഞത് എന്താണെന്നറിയാം, രഞ്ജിത്ത് സാരമില്ല, അതൊരു വിഷയമല്ല, അത് കാര്യമാക്കേണ്ട കേട്ടോ എന്നെല്ലാം പറഞ്ഞ് സാന്ത്വനപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ബട്ട് ADM-ന്റെയും കളക്ടറുടെയും അവരുടെ കയ്യിൽ അധിഷ്ഠിതമായിരിക്കുന്ന ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്റെ സബോർഡിനേറ്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്ത പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതിന് മുൻ ADM ആയിരുന്ന പ്രതാപൻ ഈ പറയട്ട പ്രീതയുടെ ഭർത്താവായിരുന്നു. അയാൾ കഴിഞ്ഞ ഇടയ്ക്ക് റിട്ടയർഡായി. അപ്പൊ അതിന്റെ ഉള്ള ഒരു ആധികാരികത വെച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ അവർ സംസാരിച്ചത്. ആലപ്പുഴ കളക്ടറേറ്റിലെ ജാതി വിവേചനം നടത്തിയ കേസിലെ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾ തുടങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അറിയപ്പെടാത്തതുമായ ധാരാളം സംഭവങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല ഓഫീസുകളിലും നടക്കുന്നുണ്ട്. ഇതിൽ ആരെയും തന്നെ ഇന്നേ വരെ ശിക്ഷിച്ചതായി അറിയില്ല. മാതൃകാപരമായി ഒരാളെങ്കിലും ഇത് ശിക്ഷിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു അർത്ഥം വരികയുള്ളൂ. മറ്റുള്ളവരെ പോലെ തന്നെ പഠിച്ച് വിദ്യാഭ്യാസം നേടി ഉദ്യോഗം വാങ്ങി മത്സര പരീക്ഷകളിൽ ജയിച്ച് ഉദ്യോഗം വാങ്ങി ഓരോ കസേരകളിൽ ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ള ജാതി അധിക്ഷേപങ്ങളിൽ മനംനൊന്ത് ആത്മഹത്യ വരെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ, ഈ ആലപ്പുഴയിൽ നടന്ന വിഷയത്തിൽ ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നത്.